അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ടത്രേ, ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താ. പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ്, ഉത്തരമാണ്. അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട് സഹോദരങ്ങളെ? എത്ര നാമങ്ങളുണ്ട്? 99. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, قال رسول الله صلى الله عليه وسلم إن لله اسم مئة إلا واحدا. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കിയവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 99 നാമങ്ങൾ അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ. അത് ഹിഫ്ള് ചെയ്താൽ സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ്. ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു നാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാം المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിൽ അല്ലാഹു പറയുന്നു. കുറെ ആയത്തുകളുണ്ട്. അതൊന്നും ഓതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു അവന്റെ 99 നാമങ്ങൾ വിശദീകരിച്ച് പറയുന്നു. ഈ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തവന് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം? വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട്. മനസ്സിലാക്കണം ഈ സമൂഹം. മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്. ഖുർആനിൽ അല്ലാഹു പറയാൻ സൂറത്തുർ റഹ്മാൻ അവസാനത്തെ ആയത്ത്, തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. تبارك اسم ربك ذي الجلال والإكرام. നിന്റെ റബ്ബിൻ്റെതായ നാമങ്ങൾ പരിപൂർണമായി ബറക്കത്തുடைய നാമമാണ്, ഐശ്വര്യമുള്ളതായ നാമമത്രേ. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവൻ പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ്. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. കാരണം ബറക്കത്തുള്ള നാമങ്ങളാണ്. ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ടത്രേ, ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താ. പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ്, ഉത്തരമാണ്. എത്രയെത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത്, ഉസ്താദേ എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല, ഞാൻ ഖുർആൻ ഓതാ
ഓതാറുണ്ട്, ഞാൻ ദിക്ർ ചെല്ലാറുണ്ട്, ഞാൻ സലാത്തുകൾ അധികരിപ്പിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. ഒരൊറ്റ നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ ഖളാ ആക്കിയിട്ടില്ല. പക്ഷേ എന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുപടി വരാൻ, എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്കൊന്ന് കരമുയർത്തി ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഊഹു ബിഹാ. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദുആ ചെയ്യൽ ഇജാബത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാൻ കാരണം? തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാബത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്, എല്ലാ നാമങ്ങളും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ ഈസാ, ഞങ്ങളിതാ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, സമൂഹമേ, നിങ്ങൾ ആ കാണുന്നതായ 2 മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ. അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആജ്ഞപ്രകാരം 70,000-ൽ പരം ആളുകൾ 2 മലയിടുക്കുകളിലായി തടിച്ചു കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അവരേക്ക് ചെന്ന് നിന്നുകൊണ്ട് 2 കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, അല്ലാഹുവിന്റെ മഹത്തായ ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹ്, ലാ മർളാ ലാ മർളാ. ഈ ഇസ്രായേലി ജനതയിലെ ഈ കൂട്ടർക്ക് നീ രോഗം നൽകരുത് റബ്ബേ, ഇവർക്ക് പരിപൂർണമായി ശിഫ കൊടുക്കണേ അല്ലാഹ്. മഹാനുഭാവൻ ദുആ ചെയ്ത് തീരേണ്ട താമസം 70,000-ൽ പരം ആളുകൾക്ക് പരിപൂർണമായി ശിഫ നൽകിയെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം. അദ്ദേഹം വിശദീകരിക്കുന്നു എവിടെ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ആ 2 നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഏതാണ് ഈ നാമം? യാ ഹയ്യ് യാ ഖയ്യൂം അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ യാ മുതകബ്ബിറു യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാർ. ഇങ്ങനെ തുടങ്ങുന്ന ആ അസ്മാഉൽ ഹുസ്നയിൽ 99 നാമങ്ങളിൽപ്പെട്ട നാമമാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഭയങ്കര എഫക്റ്റാണ് ദുആയിൽ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ബഹുനിരാകുന്ന മർഹൂം ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അവിടുത്തെ ദുആയിൽ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു.
ഇസ്മുൽ ആലമിൽപ്പെട്ട നാമമാണ്. ആരാണിത് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു ദുആയിന് ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് ദുആ ചെയ്യാൻ ഉറപ്പായിട്ടും ഉത്തരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാനും ദുആയിന് ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട് തന്നോ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി മനസ്സിലാക്കണം. അത് വേറെ വിഷയമാണ്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന അവൻ ആത്മാവ് നൽകപ്പെടുന്നത് ആര് മുഖേനയാണ്? മലക്ക് മുഖേനയാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഗർഭധാരണമുണ്ടായി. അല്ലാഹു മലക്കിനെ പറഞ്ഞയച്ചു. ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ആ മലക്ക് വന്നുകൊണ്ട് ആത്മാവ് ഊതി, റൂഹ് നൽകി. മറിയം ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുകയാണ്. അപ്പൊ ആളുകൾ വലിയ പ്രശ്നമാക്കി. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. വന്നുകൊണ്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഹാറൂന്റെ സഹോദരിയെ മറിയം ബീവിയെ, നീ എന്ത് പ്രവൃത്തിയാ ചെയ്തത്? നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത്. അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി. ഈ പെണ്ണ് വ്യഭിചരിച്ചു എന്ന് പറയാൻ തുടങ്ങി. കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്ക് വന്നുകൊണ്ട് റൂഹ് ഊതുക അസംഭവ്യമാണ്. അതിനും സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കാൻ, ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു ഖാദിറാണ്, കഴിവുള്ളവനാണ്. അതിന് അല്ലാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. കാരണം മറിയം ബീവി റളിയല്ലാഹു അൻഹ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല, പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരുന്നു. കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് പോലും ഒരു അന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത, പരിപൂർണമായ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ, പതിവ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മലക്ക് വന്നുകൊണ്ട് ഊതി, അവർ ഗർഭം ധരിച്ചു. അവസാനം നാട്ടുകാര് മുഴുവൻ പ്രശ്നമായി, കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ആര്? സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തു മറിയം എന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പഠിക്കാനാണ് സഹോദരൻ, ശരിക്കും മനസ്സിലാക്കാൻ. അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചിട്ടു തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അള്ളാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ വന്ന് ഉമ്മായെ കുറ്റപ്പെടുത്താണ്. മറിയം ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞു. നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു, എന്താണ് സംഭവം, ആരാണ് ഞാൻ, ലോകത്തോട് വിളിച്ചു പറയാം. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا وجعلني مباركا أينما كنت أوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا.
മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മകനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ പ്രായത്തിൽ സംസാരിച്ചതായ 4 പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി പറഞ്ഞതായി അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, അല്ലാഹു എനിക്ക് ഇൻജീൽ എന്ന ഗ്രന്ഥത്തെ നൽകുകയാണ്. വജഅലനി നബിയാ, അല്ലാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വജഅലനി മുബാറക ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെയെല്ലാം ബറക്കത്താണ്. വജഅലനി മുബാറക, അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി. ആര് പറഞ്ഞു? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. ഐനമാ കുന്തു, ഞാൻ എവിടായിരുന്നാലും ബറക്കത്താൻ, തൊട്ടതൊക്കെ പൊന്നാവും. സുബ്ഹാനല്ലാഹ്. ഈസാ നബിക്ക് കിട്ടിയ പവിത്രത നിസ്സാരമല്ല. എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ്. പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു. എന്താ കാരണം? ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ. മുഫസ്സിരീങ്ങൾ പറയുന്നു എല്ലാവർക്കും ഉണ്ട് ബറക്കത്ത്. പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്തു പറഞ്ഞത്? അത് സാഹചര്യം ഉണ്ടായി. കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കാം. ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂജസ, കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക്. എല്ലാവരും ഇങ്ങനെ ബറക്കത്തുള്ള നബിയാണ്. മൂസാ നബി ബറക്കത്തുള്ള നബിയാ, ഈസാ നബി ബറക്കത്ത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒരാളെ പറഞ്ഞാൽ മതി, അതിൽ നിന്ന് മനസ്സിലായിക്കോളാം. അത് മനസ്സിലാക്കാനാണ് വജഅലനി നബിയ, എന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് വജഅലനി മുബാറക, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാൻ. ബറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും. ഈസാ നബിയുടെ ബറക്കത്ത് അറിയേണ്ടതില്ലല്ലോ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു ബറക്കത്താണ്. എന്ത്? കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിഫപ്പെടുത്തുമാര് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. وأبرئ الأكمه والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ കഴിവിനെ പറ്റി പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്. പടച്ച റബ്ബ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ട് ബാധിച്ചതായ ആളുകളെ, സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫയാണ്. അത് മനസ്സിലാക്കാനാണ് വജഅലനി നബിയ, എന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് വജഅലനി മുബാറക, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാൻ. ബറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും. ഈസാ നബിയുടെ ബറക്കത്ത് അറിയേണ്ടതില്ലല്ലോ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു ബറക്കത്താണ്. എന്ത്? കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിഫപ്പെടുത്തുമാര് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. പടച്ച റബ്ബ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ട് ബാധിച്ചതായ ആളുകളെ, സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫയാണ്. അത് മനസ്സിലാക്കാനാണ് വജഅലനി നബിയ, എന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് വജഅലനി മുബാറക, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാൻ. ബറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും.
ഈസാ നബിയുടെ ബറക്കത്ത് അറിയേണ്ടതില്ലല്ലോ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു ബറക്കത്താണ്. എന്ത്? കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിഫപ്പെടുത്തുമാര് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്.